സർ ഒന്ന് കുത്തിക്കോട്ടെ. ഒന്ന് കുത്തിക്കോട്ടെന്നോ? കുത്തൽ എന്റെ ഒരു വീക്ക്നെസ് ആണ്. ആയിക്കോട്ടെ. ഓക്കെ. സോ സാറിന് എനിക്ക് ബോച്ചെ എനിക്ക് താങ്കളെ 2013 തൊട്ട് അറിയാം. ആൻഡ് ഐവ് സീൻ യുവർ ഗ്രോത്ത്. പക്ഷേ ഗ്രോത്ത് സക്സസിന്റെ ലാഡർ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ ഹ്യൂമിലിറ്റി ഇങ്ങനെ താഴോട്ടാണ് ഇറങ്ങുന്നത്. ആൻഡ് യു നോട്ട് ചേഞ്ച്ഡ് അറ്റ് ഓൾ. അതായത് എത്ര നെഗറ്റിവിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ ഇത്രയും ചെറിയ നെഗറ്റിവിറ്റി പോലും നമ്മളെ ഒത്തിരി തളർത്താറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പ്രവാസ ലോകത്ത് ജനിച്ചു വളർന്നുകൊണ്ട് ഞാൻ ഒത്തിരി ഫേസ് ചെയ്ത് കാണുന്ന അറിയുന്നത്. പക്ഷെ താങ്കൾ ഇത്രയും നെഗറ്റിവിറ്റിയെ നിഷ്പ്രയാസം എങ്ങനെ പോസിറ്റിവിറ്റി ആക്കി മാറ്റി? പ്ലീസ് ലെറ്റ് us know. അതാണ് ഫീസൊക്കെ ഉണ്ടാവില്ല. ഇതിങ്ങനെ പറഞ്ഞു തരുന്നതിന് ഫീസൊക്കെ ഉണ്ട്. ചുമ്മാ വന്ന് ചോദിച്ചിട്ട് പോസിറ്റീവ് മൊത്തം കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ബോച്ചെ സാർ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തിത്വം അല്ലേ, അതുകൊണ്ടാണ്. അത് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു വെടി പൊട്ടുമ്പോ എന്തുണ്ടാവും? ഒരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം കഴിഞ്ഞാൽ പിന്നെ എന്താ? സൈലൻസ് ആണ്. അപ്പൊ ഈ വെടി പൊട്ടിക്കണ പോലെയാണ് ഇടയ്ക്ക് ഈ ചില പട്ടികളൊക്കെ ട്രെയിൻ പോകുമ്പോ കുറച്ചുകൊണ്ടിരിക്കും. അപ്പൊ പട്ടിയുടെ വിചാരം പട്ടി കുറയ്ക്കുന്നോണ്ടാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പട്ടി കുറച്ചില്ലെങ്കിലും ട്രെയിൻ പോകും എന്ന് പറഞ്ഞ പോലെ ഞാൻ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ മുമ്പില് പട്ടികളോ ഈ വെടിയോ ഒന്നും നമുക്ക് വെടിയെന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല കേട്ടോ. വെടി പൊട്ടിക്കാനെ കുറിച്ചിട്ടാണ്. ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അപ്പൊ നമ്മള് ആരാണെന്ന് നമുക്കറിയാം. നമ്മളുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടും. അപ്പോ അവിടെ നമുക്ക് കുറ്റബോധം ഇല്ലെങ്കിൽ നമ്മൾ നല്ല ധൈര്യമായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നമ്മൾ ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെ തളരാൻ പാടില്ല. പക്ഷെ ഈ പറയുന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് എവിടെയെങ്കിലും നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ തയ്യാറാണ്. അത് ശ്രദ്ധിക്കണം. അല്ല നമ്മൾ ഈ ഏരിയകളിലൊന്നും നമ്മൾ പെടുന്നില്ല, ഓക്കെ, ഈ ഏരിയകളിലൊക്കെ നമ്മൾ പെടുന്നുണ്ട്, അതൊന്ന് ഇത്തിരി കറക്റ്റ് ചെയ്യാം. അല്ലാത്ത ഭാഗം മുമ്പോട്ട് പോവാം. പലരും പല ആവശ്യങ്ങൾക്കായിട്ടും വരും. ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരും, കാശ് ചോദിച്ചുകൊണ്ട് വരും. ചിലർ ഇന്റർവ്യൂ എടുക്കാൻ വരും, ഇന്റർവ്യൂ കൊടുത്തില്ലെങ്കിൽ ശത്രുവാകും. അങ്ങനെ പല രീതിയിലാണ് മനുഷ്യർക്ക് ആവശ്യങ്ങൾ. അവരുടെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ ശത്രുക്കളാണ്. ഇനി ആവശ്യം നടന്നാലും വീണ്ടും വീണ്ടും വരുമ്പോഴും കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ട്. അപ്പൊ കാശ് കടം കൊടുത്തില്ലെങ്കിൽ ശത്രുവാകും, കൊടുത്താലാവും. കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും, അപ്പൊ വീണ്ടും വീണ്ടും കൊടുക്കണം. കൊടുത്തില്ല അപ്പൊ ശത്രുവാകും. സ്വാഭാവികമാണ്. നമുക്ക് ആരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഭാര്യയ്ക്ക് തന്നെ ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു, അടുത്ത മാസം വീണ്ടും കൊടുത്തില്ലെങ്കിൽ ശത്രുവാകും. അത് അത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോവാ. എന്നെ ഇൻസ്പയർ ചെയ്തത് മദർ തെരേസ ആണ്. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ മെസ്സേജ്. നമ്മൾ എന്തൊക്കെ കിട്ടിയിട്ടും അവാർഡും ലഭിച്ചിട്ടുണ്ട് അല്ലേ? അവാർഡും പേവാർഡൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. 200+ അവാർഡ്സ്. പക്ഷെ നമുക്ക് എന്ത് കിട്ടുമ്പോഴും നമ്മൾ അതുകൊണ്ടൊക്കെ കുറച്ച് കീഴടക്കും. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ ആവുന്നില്ല. അതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ മേലെ വരണമെങ്കിൽ നമ്മള് എല്ലാവരും ചെയ്യാത്ത ചുരുക്കം പേർക്ക് സാധിക്കുന്ന അറിവ് കൊണ്ടും, വലിയ അറിവുണ്ടായിട്ടല്ല കേട്ടോ പറഞ്ഞത്, ഈ മേഖലയിലുള്ള അറിവിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടോ അവസാനം നമ്മളൊരു കോടീശ്വരനായിട്ടോ അല്ലെങ്കിൽ വലിയൊരു പഠിപ്പിസ്റ്റായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ഇതായിട്ടോ മരിച്ചു പോകുന്നു. പക്ഷെ അതിനപ്പുറം നമ്മൾ ആരാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമയോടുകൂടെ ക്ഷമിക്കപ്പെട്ടൊക്കെ ആയിട്ട് സ്നേഹിച്ച് സ്നേഹം തിരിച്ചു വാങ്ങി സ്നേഹം കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടി മരിക്കണം. അതാണ് ആ സുഖം വേറെ ഏത് ജാതി മരണത്തിനും കിട്ടില്ല. അത് വരുമ്പോ നമുക്കൊരു എനർജിയാണ്. നേരത്തെ ചോദിച്ചില്ല എന്താണ് ധൈര്യം, എന്താണ് എനർജി, എന്താണ് സപ്പോർട്ട്. ഇതൊക്കെ നമ്മൾ ഒരുവിധം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജിയും സപ്പോർട്ടും ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് നയിക്കും. നമ്മുടെ ഒപ്പം നിൽക്കാൻ ഒരു പിടി ആൾക്കാരുണ്ടാവും. കുറച്ചു പേരുണ്ടാവില്ല, അതിപ്പോ ആർക്കും ഉണ്ടാവില്ല. അത് വെച്ച് അങ്ങ് മുമ്പോട്ട് പോകും. Sir, last question. എന്റെ അവസാനത്തെയാണോ നിങ്ങളുടെ? എന്റെ 3 question. ഞാൻ October 3rd ജനിച്ചോണ്ട് 3 is my lucky number. അപ്പൊ സാറിനോടുള്ള third question. എല്ലാം 3 ആണ് അല്ലേ? എന്തോ അതാണ് ഈ 3 എണ്ണം മെടഞ്ഞിട്ടിരിക്കുന്നത്. ചെറുതായിട്ട് ആഫ്രോ, ഇൻഡോ ആഫ്രോ സ്റ്റൈൽ. എല്ലാ സ്റ്റൈലും എക്സ്പ്ലോർ ചെയ്യണ്ടേ. അപ്പൊ സർ എന്റെ തേർഡ് ക്വസ്റ്റ്യൻ 1 2 3. ഓക്കെ സർ, ഈ സിംപ്ലിസിറ്റി സാറിന് ഇപ്പൊ ലൈഫിൽ ബോച്ചയ്ക്ക് ലൈഫിൽ ഏത് ലക്ഷറി വേണമെങ്കിലും എടുക്കാം. യു കെൻ വെയർ വാട്ട് എവർ ബ്രാൻഡഡ് ഗ്ലാസ്
ഡ്രസ്സസ് ഷൂസ് ഓഫ് കോഴ്സ് ഒരു ഓൺടർപ്രീനർ മീഡിയം ഒക്കെ ലക്ഷറി എന്ന് പറഞ്ഞപ്പോ ഇന്ന് എന്റെ ഫ്രണ്ട് തുറന്ന റോൾസ് റോയ്സ് കാറിലാണ് എന്നെ ബിസിനസ് ബേന്ന് ഇങ്ങോട്ട് കൊടുന്നത്. നമ്മുടെ ആ സിഗ്നലിൽ എത്തിക്കഴിഞ്ഞപ്പോ 15 മിനിറ്റ് ട്രാഫിക്കിൽ കിടന്നിട്ട് ഇങ്ങോട്ട് എത്തണില്ല. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആകെ പ്രശ്നമാന്ന് മനസ്സിലായി, ഭയങ്കര ക്രൗഡ് പുറത്ത്. ഞാൻ പതുക്കെ ഇറങ്ങി മാരത്തൺ ഓടി ഇവിടെ എത്തി. കാർ അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്തിയത് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഓക്കെ ഇത് പറഞ്ഞപ്പോ അത് എനിക്ക് മനസ്സിലായി. അപ്പം ആ ഒരു സിംപ്ലിസിറ്റി യു ടേൺഡ് ഇൻ ടു കംപ്ലീറ്റ് വൈറ്റ്. ഇപ്പൊ താങ്കളുടെ ഈ ഒരു അറ്റയർ എപ്പോഴും യു ആർ മെയിൻറ്റെയിനിങ് ഇറ്റ്. വൈ ഡിഡ് യു സ്വിച്ച് സർ? ഐ മീൻ ബോച്ചെ പണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടന്നിട്ട് പിന്നെ യു സ്വിച്ച് ടു. ഞാൻ ഒരു വൃത്തിയായിട്ടവൻ പിച്ചക്കാരനെ പോലെ ഉണ്ട്. പണ്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നടന്നൊരു വ്യക്തിത്വമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ബോച്ചിയുടെ വീഡിയോസ്. ഇപ്പം യു ആർ ഫുള്ളി വിത്ത് വൈറ്റ് ആൻഡ് പീസ് ആൻഡ് ലവ്. സോ വാട്ട് വാസ് ദാറ്റ് ട്രാൻസിഷൻ? അതെങ്ങനെ സംഭവിച്ചു? അത് സിമ്പിൾ. ഒന്നും അടുക്കുമ്പോ അടുത്തേക്ക് പോകുമല്ലോ നമ്മള് സ്വാഭാവികമായിട്ട്. പക്ഷെ ഇത് കണ്ടിന്യൂ ആവുകയാണല്ലോ. എന്നും ബിരിയാണി കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. കുറച്ച് ദിവസം ബിരിയാണി കഴിക്കുമ്പോ മടക്കും. നാടൻ തീർച്ചയായിട്ടും നാടനിലേക്ക് പോകും നമ്മള്. കുറച്ച് കഴിയുമ്പോൾ അതുക്ക് മേലെ അറബി ഫുഡ് കഴിക്കാൻ പോകും. ഇങ്ങനെ മാറി മാറി പോകും. അപ്പൊ ബാക്കിയൊക്കെ ഇങ്ങനെ മടുത്ത് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോ കുറച്ച് ഒരു കളർ ചേഞ്ച്, പിന്നെ വൈറ്റിന് ഒരു എലഗൻസ്, ഒരു എനർജി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വൈറ്റ്. പിന്നെ ഇത് വളരെ ഫ്രീ ആ പാവാട പോലെ, ഇതുപോലെ വളരെ ACDC ആണ്. പിന്നെ അത് ശീല എന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ്. ഏകദേശം ഇതുപോലെയുള്ള മുണ്ടും ചട്ടയാണ്. അപ്പൊ ചട്ടയായ ഞാൻ മുണ്ടും ചട്ടയെടുത്ത് മുമ്പോട്ട് പോകാൻ. സൂപ്പർ. ഇനിയും ഒരു ലാസ്റ്റ് ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. ഇവിടെ UAE ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യുന്ന, ഇന്ന് നമ്മുടെ പ്രോഗ്രാമിന് പെർഫോം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ആണ്. ബോച്ചിയുടെ നാട്ടുകാരിയാണ്. ബോച്ചിക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പാടിയിട്ട് വിൽ വൈൻഡ് അപ്പ്. കലാബാബു, യെസ് വരൂ. ബാബു വരൂ. കലാബാബു, യെസ് കലാബാബു. പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പാട്ടോട് കൂടി നമുക്ക് ഈ ഒരു 3 ക്വസ്റ്റ്യൻ മുഖപരിചയം തോന്നി പെട്ടെന്ന് റീകളക്ട്. സോറി ചുരുണ്ട് ഒരു ചുരുളത്തി ആയിട്ടുണ്ട്. ഏത് പാട്ടാ പാടുന്നത്? ഇഷ്ടമുള്ള റൊമാൻറ്റിക് ആണോ ഇഷ്ടം അതോ കുറച്ചൊരു ഫീൽസ്? റൊമാൻറ്റിക് ഇഷ്ടം. പക്ഷെ ഇത്രയധികം ആൾക്കാരുള്ളത് കൊണ്ട് റൊമാൻറ്റിക് ആവാൻ പറ്റുമോ എന്നൊരു സംശയം. എല്ലാവരും കാണില്ലേ? എന്നാലും കുഴപ്പമില്ല. ഇഷ്ടമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരുന്നത് എന്താണോ. നാണമാനൊന്നും ഇല്ലാത്തവനോടാണ് ഈ നാണിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് അല്ലെ? മൈക്കല്ലേ അല്ലേ? സ്പീക്കർ എവിടെയാ? അവിടെ ശരി, ഓക്കെ. ഞാനില്ലാമേ പോട്ട് കല്യാണ ചെക്കനുണ്ടേ, താഴെ കല്യാണ ചെക്കനുണ്ടേ. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. സൂപ്പർ, നന്നായിണ്ട്. അതില് പെട്ടെന്ന് ഒരു വാക്ക് കേട്ടപ്പോ കല്ലാണ് നെഞ്ചിലെന്ന് പറഞ്ഞപ്പോ എന്നെ ഉദ്ദേശിച്ചാണോ? ഒരിക്കലും നമുക്കൊക്കെ ഇൻസ്പിറേഷൻ ആണ്. നന്നായിട്ടുണ്ട്. നല്ല ശബ്ദമാണ്. താങ്ക് യു. വെരി ഗുഡ്. അതെ, ഇനിയും എത്ര ഷോസ് നമുക്ക് ഇനി ചെയ്യാൻ കിടക്കുന്നത്. നമുക്ക് അടിച്ചു പൊളിക്കാം. അടുത്ത തന്നെ ഒരു ഉഗ്രം പരിപാടി വരുന്നുണ്ട്. ഞാൻ ക്ഷണിക്കാം എല്ലാവർക്കും. ദുബായ് എല്ലാ മലയാളികൾക്കും ഒത്തുകൂടാവുന്ന വലിയൊരു പരിപാടി വരുന്നുണ്ട്. സസ്പെൻസിലാണ്. നമുക്ക് എല്ലാവർക്കും കാണാം. ഏറ്റവും അഭിമാനിക്കുന്ന 2 വ്യക്തിത്വങ്ങളും കൂടിയാണ് ഞങ്ങൾ. സോ മച്ച്. ഏറ്റവും അധികം. അപ്പൊ എന്റെ ഭാര്യയെക്കാൾ കൂടുതൽ അഭിമാനം. ഭാര്യ കേൾക്കണ്ട, ഭാര്യ തന്നെയാണ് പറയുന്നത് എന്നോട്. താങ്കൾക്ക് പൊറുക്കാതെ പോയ പെങ്ങന്മാരാണ്. Thank you so much. Thank you very much. Conquer the world with love. Love you, everybody. You're on.